അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാളായിട്ടിക്കടെ ബദർ നാള്, ബദരീങ്ങല ആണ്ട് ചൊല്ലത്. ഈ ബദരീങ്ങല ആണ്ട നാള് ഞങ്ങളെല്ലാവരും ആക്കുണായ ഗണിക്കത്തെ ഒരു 5 കാര്യമായിട്ടിക്കട് എൻ്റെ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്പത്താൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ അത് ഇത്ര ആൾമാർക്ക് എത്തുപാട്ടങ്ങ ಅದರ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ട് ദ്വാർക്കൊണ്ടു ഏൽപ്പിച്ചങ്ങ. പരിശുദ്ധമായ റമളാൻ തിങ്കളിലെ ബറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നെ വലിയ അനുഗ്രഹം ഏതുണ്ട് കേട്ടെങ്കിൽ മുസ്ലിമായിട്ട് കൂടെ ജീവിക്കുക ആവടും ചുള്ളതായിട്ടിക്കട്. നമുക്കിന്ത് സമാധാനത്തിൽ യാതൊരു നിലക്കുള്ള തൊന്തരയില്ലാണ്ട് മുസ്ലിമായിട്ട് ജീവിക്കുകയും എല്ലാ നിലക്കുള്ള സത്കർമ്മങ്ങൾ ആക്കുകയും ആവടും. അതേ സമയത്തിൽ ഈ ഇസ്ലാമുക ബേനായിട്ട് ത്യാഗാക്കി ഗണിക്കത്തെ അങ്ങനെ ജീമ, കുടുംബ, സമ്പത്ത്, ചോര എല്ലാം പരിശുദ്ധമായ ദീനകബേനായിട്ട് ത്യാഗാക്കി ഗണിക്കത്തെ മഹാന്മാർ ഉള്ളാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾമാരായിട്ടിക്കിടാറ് ബദരീങ്ങാൻ ചൊല്ലത്. ആ ബദരീങ്ങളെ ആണ്ടായിട്ടിക്കിട് 4 തിങ്കളാസ കഴിഞ്ഞ് ചൊവ്വാസ ജാവോൻ ചൊല്ലത്. പ്രധാനപ്പെട്ട ഒരു നാളായിട്ടിക്ക് ഈമാനുള്ള ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബദരീങ്ങളെ സ്മരിക്കാണ്ടിക്കുകയോ ബദരീങ്ങളെ പിറുസ വെക്കാണ്ടിക്കുകയോ സാധ്യമല്ലാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് പരിശുദ്ധമായി ബദരീങ്ങളെ ആണ്ട് പറയുമ്പോൾ ആ ബദരീങ്ങളെ സ്മരിക്കരുത് ഞങ്ങൾ എല്ലാവരെയും കർത്തവ്യമായിട്ടിക്കടെ. ആരായിട്ടിക്കടെ ബദരീങ്ങ അകലെ മഹത്വങ്ങൾ ചൊന്നിട്ട് തീർക്കുക ഞങ്ങൾക്ക് ആർക്കും സാധ്യമല്ല. മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളയിൽ കേക്കിട്, അല്ല നബിയെ ബദരീങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്തിനായിട്ടിക്കട് ചൊല്ലത്? അപ്പോൾ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അഫ്ളലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആൾമാരായിട്ടിക്കിടാറ് ബദരീങ്ങാൻ ചൊന്നത്. നബിമാർ കഴിഞ്ഞതിന് കണ്ടെങ്കിൽ വലിയ സ്ഥാനമുള്ള അസ്വഹാബിൻ നബി നബിത്തങ്ങളെ ആ സ്വഹാബത്തുൽ കിറാമുകായിട്ടിക്കിട്. ആ സ്വഹാബത്തുൽ കിറാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ അത് ബദരീങ്ങളായിട്ടിക്കിടാറ്. അപ്പായിട്ടിക്കിട് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലോ, നബിയെ നിങ്ങൾക്കൊരു വിഷയം ഗൊന്തുണ്ട, കോടാനക്കോടി മലായിക്കത്ത് ഞങ്ങൾ ഉള്ള അതിൽ കണക്കി എത്രാണ്ട് റബ്ബുകളിലാണ്ട് ആർക്കും ഗൊന്തില്ല. അത്ര കണക്കില്ലാത്ത മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ ചൊമ്മ ശ്രേഷ്ഠമായങ്ങ വലിയ പദവിയിലുള്ളങ്ങ ആറിട്ട് കൊന്തുണ്ട നബിയെ. ആരായിട്ടിക്കിട നബി കേൾക്കുമ്പോൾ അണ്ട് ബദർ യുദ്ധ സമയത്തിൽ വന്ന മലായിക്കത്തുണ്ടല്ലേ, അങ്ങായിട്ടിക്കിടാറ് നബിയെ. മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആൾമാർ ബദരീങ്ങാ ചൊന്നെങ്കിൽ ചെറിയ ആൾമാരല്ല, വലിയ സ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ സംബന്ധിച്ച് ചൊന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അങ്ങനെ നിങ്ങൾ മരിച്ചു പോയിട്ടാറിട്ടാണെന്നിരിക്കണ്ട, അങ്ങ ഹയാത്തുല്ലങ്ങ അങ്ങ് പഠിച്ചോണ്ട് റിസ്ക് കൊടുത്തോണ്ടുള്ളാണ്ട് ഇടിക്കട്. പരിശുദ്ധമായ ഖുർആനില് ബദരീങ്ങളെ സംബന്ധിച്ചിട്ട് പഠിച്ചോന്നങ്ങ് പഠിപ്പാട്ടി തന്നത് അങ്ങ് ഉള്ളത് കൊണ്ടായിട്ടിക്കട് ഞങ്ങളുടെ ഈമാനോടെ ഇസ്ലാമോടുകൂടെ ജീവിക്കോ സാധ്യമായത്. അന്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബദർ യുദ്ധം നടക്കുമ്പോൾ ദ്വാർന്നെങ്ങടിക്കത്തൊരു ദ്വാ ഉണ്ട്, പഠിച്ചോനെ ഈ ഒരു ചെറിയ സംഘ ഈ ഒരു യുദ്ധത്തിൽ സോത്തുപോയിട്ടുണ്ട് കണ്ടെങ്കിൽ, പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ നിക്ക് സുജൂദിടുക. ഭൂമിയിൽ ഓരോ മുസ്ലിമായ മനുഷ്യ ഇക്കലാണ്ടായിട്ടിക്കട് അണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാർന്നത് അങ്ങാക്കിയ ത്യാഗ എല്ലാം സഹിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അതാ അങ്ങെല്ലാം സമർപ്പനാക്കിയാർ. അങ്ങനെ കുടുംബ ചോര അങ്ങനെ ആസ്തി സമ്പത്ത് എല്ലാം ദീനഗഭേനായിട്ട് ത്യാഗാക്കിയതിനെ ആ ഫലമായിട്ടിക്കട് എൻ്റെ ഞങ്ങളുടെ മുസ്ലിമായിട്ട് ഈ ഭൂമിയുടെ മേലിൽ ഞങ്ങൾക്ക് ജീവിക്കോ സാധ്യമാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര വലിയ കർത്തവ്യമായിട്ടിക്കട് കടപ്പാടായിട്ടിക്കട് ആ ബദരീങ്ങളൊട്ടിക ഉള്ളേട്ട് ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കുണായ ചിന്തിക്കുണായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്. പരിശുദ്ധമായ റമളാൻ പോണേലുകായിട്ടിക്കട് ബദർ യുദ്ധം നടക്കുന്നത് 4 ജാവുകോ അതാ ബദരീങ്ങളെ ഹണ്ടായിട്ടിക്കട് സ്മരിക്കുക ഞങ്ങ
പിറുസ വെക്കുക ഞങ്ങൾ ബദരീങ്ങളെ. ഈ ബദരീങ്ങളെ ആണ്ട് വരുമ്പോൾ ഞങ്ങൾ ആക്കുണായ കുറേ വിഷയങ്ങളുണ്ട്. ഒന്നാമത്തത് ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കന്മാരെ അങ്ങനെ സ്മരിക്കരുത്, അത് ഇബാദത്തായിട്ടിക്കട്. സ്വാലിഹീങ്ങളെ സ്മരിക്കരുത്, അങ്ങനെ മദ്ഹ് ചൊല്ലരുത്, അങ്ങനെ അതാ ചരിത്രങ്ങൾ പഠിക്കരുത്, അങ്ങനെ വിഷയങ്ങൾ കേൾക്കരുത്, ചൊല്ലുടത്. എല്ലാം കഫാറ, നിന്റെ ദോഷങ്ങൾ പൊറുക്കോ കാരണമായിട്ടിക്കണിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടിറോ. ആ സ്വാലിഹീങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾമാരല്ലേ ബദരീങ്ങാൻ ചൊല്ലത്. അങ്ങനെ നിങ്ങൾ സ്മരിക്കുമ്പോൾ, നെനപ്പാക്കുമ്പോൾ, അങ്ങനെ ആണ്ട് പറയുമ്പോൾ, അതുക്ക് വേനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ, അതുക്ക് വേനായിട്ട് എന്തെല്ലാം നിങ്ങൾ ആക്കുക അവിടെ ആ കാര്യങ്ങൾ നിങ്ങൾ ആക്കുമ്പോത്തുകൂ പഠിച്ചോണ് ഈ മഗ്ഫിറത്തുൽ 10 ഞങ്ങളെ ജീവനത്തിൽ വന്നുപോയ ഗണിക്കത്തെ ആ ദോഷങ്ങളായിട്ടിക്കട റബ്ബ് പൊറുക്കണത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ബദരീങ്ങളെ ഞങ്ങൾ സ്മരിക്കണം, ബദരീങ്ങളെ ഞങ്ങൾ നെനപ്പാക്കണം. രണ്ടാമത്തത് ബദരീങ്ങളെ ആണ്ട് പറയുമ്പോൾ ഞങ്ങളെ ഔത്തുലു അതാ ഒരു ബദർ മൗലീദിന് ആ ഫുള്ള് ഓതുകായില്ലാണ്ട് കണ്ടെങ്കിലും അതിലൊരു ഹിക്കായത്ത്, അതാ ഒരു ഹദീസും അതിലാ ഒരു ബൈത്തും ഞങ്ങൾ എല്ലാവരും ഔത്തുലും ഞങ്ങൾ അത് ആ മൗലീദ് ഓതണം. കാരണം അത് വലിയ ബറക്കത്തായിട്ടിക്കട ഞങ്ങൾക്ക്. കാരണം ബദർ മൗലീദും ചൊന്നേൻ്റെ കണ്ടെങ്കിൽ അങ്ങനെ മധുഹായിട്ടിക്കിടതിലുള്ളൂ, അതിന് ചരിത്ര മഹത്വമായിട്ടിക്കിടതിലുള്ളൂ. അത് ഓതുമ്പത്തുകോ ഞങ്ങൾ ഔത്തുക വലിയ ബറക്കത്തായിട്ടിക്കിട്. അതുകൊണ്ട് ആരും എന്താക്കോ തീരാ ഈ ബദരീങ്ങൽ ആണ്ട് ബദരീങ്ങലെ ആ ഒരു മൗലീദ് ഞങ്ങൾ എല്ലാവരും ഓതും, ആരും മിസ്സാക്കോ തീര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ ഒരു ജാഗയിൽ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടുണ്ടു. ആ സമയത്തിൽ അത് അവിടുത്തെ മക്കങ്ങ ദഫെല്ലാം പിടിച്ചിട്ട് ബദരീങ്ങളിങ്ങനെ മദ്ഹ് പാടിയോണ്ടുള്ളാർ. അപ്പായിട്ടിക്കടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എൻട്രി ആവിടും. ആ സമയത്തിൽ മുത്തനബി തങ്ങ ആ സദസ്സുക്ക് വന്നിട്ടാകുമ്പോൾ മക്ക നബിത്തങ്ങളെ മദ്ഹ് പാടുകയും നബിത്തങ്ങളെ മൗലീദ് ചൊല്ലുക തുടങ്ങിയാർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുന്നു, നിങ്ങൾ ഏത് പാട്ടായിട്ടിക്കടെ പാടിയോ എന്നേ, ആരെ മദ്ഹായിട്ടിക്കടെ പാടിയോ എന്നേ, അതേ നിങ്ങൾ കണ്ടിന്യൂ ആക്കോറുണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ടിക്കടെ. അപ്പോൾ ഈ മൗലീദ് അല്ല, ഈ മദ്ഹല്ല ഇണ്ട് ഉള്ളതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിലെ ഉള്ളതായിട്ടിക്കടെ. അത് ആ ബദരീങ്ങളെ പിറുസ വെക്കട ആൾമാർക്ക് അത് ചൊല്ലുടെ അഗത്യമില്ല. ചില ആൾമാർ എന്തിന മൗലീദ് അതെല്ലാം ഉണ്ടാക്കിയത് അത് ഇതിൻ്റെ ചൊല്ലുവാർ. അതെല്ലാം നിങ്ങൾ നോക്കിടത്, അതെല്ലാം കേൾക്കിട നിങ്ങൾക്ക് അഗത്യമില്ല. ഞങ്ങൾ മുത്തുനബിയുടെ പിറുസ വെക്കിടങ്ങ, ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ജീവിക്കിടങ്ങ. ഞങ്ങൾ ഈ ബദരീങ്ങളെ ആടുമ്പോൾ ഞങ്ങൾ എന്താക്കുക, ബദർ മൗലീദ് ഓതുക. അതേപോലെ മൂന്നാമത്തത് ബദരീങ്ങ 313 ആൾമാരായിട്ടിക്കിടാറ് ബദർ സ്വഹാബത്തുൽ കിറാം ഉള്ളത്. ആ 313 ആ ഓരോ സ്വഹാബിയുടെ മഹത്വം ചൊന്നിട്ട് നമുക്ക് തീർക്കോ സാധ്യമല്ല. ആ 300 സ്വഹാബി, ആ 313 ആ ബദരീങ്ങളെ പേര് ഞങ്ങൾ ഔത്തുൽ ഞങ്ങൾ ഒന്ന് ഓതണം. അതുക്ക് പേനായ വ്യവസ്ഥ എല്ലാം ഉണ്ട്. ഞങ്ങളെ മൗലീദ് കിതാബല്ലേ ആ ബദർ മൗലീദ് ലാസ്റ്റിൽ അങ്ങനെ പേരുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ മൊബൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബദരീങ്ങളെ പേരുണ്ട്. ഒന്ന് ഓരോ പേരും അതാ തർദിയത്ത് ചൊന്നിട്ടു, റളിയല്ലാഹു അൻഹു ചൊന്നിട്ടു ഞങ്ങൾ എല്ലാവരും അങ്ങനെ പേരൊന്ന് ഓതണം. അതേപോലെ നാലാമതായിട്ട് ഞങ്ങൾ ആക്കണായത് ഞങ്ങളെ റായത്തിൽ ബദർ മൗലീദ് മജ്ലിസ് എല്ലാം നടക്കിടെ. പ്രത്യേകിച്ചും എല്ലാ ജാഗിലും എല്ലാ പള്ളിയിലും ബദരീങ്ങളെ ആണ്ട് പ്രത്യേകമായിട്ടുള്ള മൗലീദ് മജ്ലിസ് നടക്കിട്. അത് എപ്പാണ്ട് കറക്റ്റ് നോക്കിയിട്ട് ആ ഒരു മജ്ലിസിൽ നിങ്ങൾ പോയിട്ട് തെക്കണം. ആ മജ്ലിസിൽ നിങ്ങൾ തെച്ചേണ്ടെങ്കിൽ അത് ആ ബദരീങ്ങളെ പിറുസ വെക്കിട കണിക്കത്തെ ഒരു ഭാഗമായിട്ടിക്കിട്. അതേപോലെ അഞ്ചാമത്തത് ബദരീങ്ങളെ പേരിൽ ഞങ്ങൾ എല്ലാവരും ഒരു യാസീൻ സൂറത്ത് ഓതാം. അതല്ലെങ്കിൽ യാസീൻ സാധ്യമാവില്ലേണ്ടെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും മുഅവ്വിദത്തൈനും എല്ലാം ആ ബദരീങ്ങളെ പേരിൽ എന്താക്കുക ഞങ്ങൾ ഓത ഹദിയാക്കും. അങ്ക് എന്തൊക്കെ വേനായിട്ട് ഹദിയാക്കിടത് അങ്ങ വലിയ സ്ഥാനം കിട്ടും, അങ്ങനെ എന്തോ അല്ല. അങ്ക് പഠിച്ചോ വലിയ സ്ഥാനം കൊടുത്തിട്ടായിട്ട് അങ്ങനെ ആ ഒരു പിറുസ നിങ്ങൾക്ക് കിട്ടണം, അങ്ങനെ ആ പൊരുത്തം നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് യാസീൻ ഓതിയിട്ട് അതേപോലെ അങ്ങനെ പേരിൽ സ്വതക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഹദിയാക്കിയിട്ട് ഞങ്ങൾ എന്താക്കുക ദുആർക്കുക എന്നേന് കണ്ടെങ്കിൽ അങ്ങനൊട്ടിക ആ 4 സ്വർഗത്തിലെത്തുക ആയിട്ടിക്കട് ഞങ്ങൾക്ക് വലിയ സൗഭാഗ്യം കിട്ടത്. അതേപോലെ നിങ്ങൾ ആക്കുണായിനൊരു വിഷയം എന്തെങ്കിൽ ബദരീങ്ങളെ പേരിൽ അതാ ബദരീങ്ങൾ ആണ്ട് അങ്ങനെ പേര് ചൊന്ന അങ്ങനെ യാസീൻ ചൊന്ന എല്ലാം ചൊന്നൽ പിന്നെ ദ്വാർക്കൃത് മിസ്സാക്കൂത്തി അങ്ങനെ തവസ്സുലാക്കിയിട്ട് ഞങ്ങൾ ദ്വാർ നേടുകണ്ടെങ്കിൽ ആ ദ്വാ പഠിച്ചോണ്ട് ഇഷ്ടമായിട്ടിക്കട്
എത്ര കാര്യമായിട്ടിക്കട് ബദരീങ്ങളെ പേര് ചൊന്നിട്ട് ദ്വാർന്നിട്ടാകുമ്പോൾ ആവുല്ലാണ്ട് തിരിച്ചു പോയ കണിക്കത്തെ എത്ര കാര്യമായിട്ടിക്കട് ഇവിടെ സക്സസ് ആയിപ്പോയത്, എത്ര രോഗമായിട്ടിക്കട് ഷിഫയായത്. ഞങ്ങൾ ഒന്നിട്ട് പണ്ടത്തെ കാലത്തിൽ എന്തെങ്കിലും ഒന്ന് ആയിട്ട് കണ്ടെങ്കിൽ അപ്പൊ ബദരീങ്ങളെ വിളിക്കലായിട്ടിക്കട്, ബദരീങ്ങളെ പേര് ചൊല്ലോ, ബദരീങ്ങളെ മേലെ നേർച്ചാക്കടോ, ബദർമൗലീദ് ഓതിട്ട് ദ്വാർന്നുമ്പത്തകോ ആ എല്ലാ ബേജാറും തീർന്നു പോയ എത്ര ചരിത്രയായിട്ടിക്കട് നഗലമൊന്നുള്ളൂ. മഹാന്മാർ ചൊന്നാറ് ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇൽ ബദർ. ബദരീങ്ങളെ പേര് ചൊന്നിട്ട് നിങ്ങൾ ദ്വാർന്നേട്ട് കണ്ടെങ്കിൽ ആ ദ്വാക്ക് ഇജാബത്തുണ്ട് ഉണ്ടായിട്ടിക്കട്. അതുകൊണ്ട് ആ പേരെല്ലാം ചൊന്നിട്ടു ധാരാളമായിട്ട് നിങ്ങൾ ദ്വാർന്നേട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ദ്വാ കബൂലാവിടെ ഇത് യാതൊരു നിലക്കുള്ള സംശയമില്ലാണ്ടായിരിക്കട്. അതേപോലെ ബദരീങ്ങ ബദർ യുദ്ധത്തെ ടൈമിലും, അതായത് ബദർ യുദ്ധത്തിൽ പോണ്ടേക്ക് മുന്നോലും, അതേപോലെ ബദർ യുദ്ധം നടക്കുന്ന ടൈമിലും, ബദർ യുദ്ധം നടന്നോലും പിന്നെയും ബദരീങ്ങ ചൊന്ന കണിക്കത്തെ ദിക്റുണ്ട്. ആ ദിക്റും കൂടി ഞങ്ങൾ എന്താക്കുക ചെല്ല. ഏതായിട്ടിക്കട ദിക്റുങ്ങ? ഒന്നാമത്തത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവേ നിന്റെ മേൽ ഞങ്ങൾ തവക്കുലാക്കിക്കൊണ്ടുള്ള ഞങ്ങൾക്കൊരു ശക്തിയാവട്ടെ, ഒരു യുക്തിയാവട്ടെ എന്തുമില്ല റബ്ബെ. എല്ലാ ശക്തിയും എല്ലാ പവറും എല്ലാം തീരുമാനിക്കരുത് നീനായിട്ടിക്കട്. ഈ അർത്ഥപണ്ട് ഒരു ദിക്കറായിട്ടിക്കട് അണ്ട് ബദരീങ്ങളെ ബായിൽ വന്നോയുന്നത്, ബദരീങ്ങ ചൊന്നോയുന്നത്. അതേപോലെ രണ്ടാമത്തെ ഒരു ദിക്കർ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ദിക്കർ അതാ ബദരീങ്ങ അണ്ടത്തെ നാല് ചൊന്നോണ്ടിന്നാറുണ്ട്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരു ദിക്റും ധാരാളമായിട്ട് ചൊല്ല. അതേപോലെ ചൊല്ലണ ഇതിനൊരു ദിക്ർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇതും ഞങ്ങൾക്ക് ഈ ബദരീങ്ങൾ ആണ്ടുണ്ട് ധാരാളമായിട്ട് ചൊല്ല. അതേപോലെ ഈ കാര്യമുള്ള ഞങ്ങൾ ഈ പരിശുദ്ധമായ ബദർ നാളിൽ ഞങ്ങൾ ആക്കിയാണ്ട് കണ്ടെങ്കിൽ ആ ബദരീങ്ങളൊട്ടികൊല്ലൊരു ഇഷ്ടമായിട്ടിക്കടെ പൊരുത്തമായിട്ടിക്കട് ഞങ്ങൾ കിട്ടേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കണം. അതുകൊണ്ട് ബദരീങ്ങളെ ആണ്ട് പറയുമ്പോൾ കാലി ആണ്ട് ചൊന്നിട്ടു ഞങ്ങൾ ഇങ്ങനെ മുണ്ടതെക്കിടല്ല, അല്ലെങ്കിൽ പള്ളിയിൽ കിട്ടിയ ആ ഒരു സീരിന് മാത്രം, ആ സീരിനും വലിയ ബറക്കത്തായിട്ടിക്കടുള്ളൂ. കാരണം ബദരീങ്ങളെ പേരിലായിട്ടിക്കടത്തുണ്ടോ അതും ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് കാണാൻ എനിക്കത്തൊരു വിഷയമല്ല. മാത്രം അതുക്ക് മാത്രം സീമിതമാവാട്ട് ബദർ മൗലീദ് ഓതുകയും ബദരീങ്ങളെ മേൽ യാസീൻ ഓതുകയും ബദരീങ്ങളെ ചരിത്ര പഠിക്കുകയും ഈ എല്ലാ കാര്യത്തും ഉള്ള നാലായിട്ടിക്കട് നാലത്ത് ഞങ്ങളെ ആ ബദരീങ്ങളെ ആ ഒരു ആണ്ടിനും ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളെ കാവൽ, ബദരീങ്ങളെ പൊരുത്തം അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളെ ബറക്കത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാ ഉദ്ദേശവും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാ ബേജാറും പഠിച്ചോണ്ട് തീർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലാസ്റ്റ് മരിക്കട സമയത്ത് ഈമാൻ സലാമത്തായിട്ട് ആഖിബത്ത് നല്ലായിട്ട് മരിക്കടങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.